نستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടദാസന്മാരായി ഈ ലോകത്ത് കഴിച്ചു കൂട്ടുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും തുണക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടെ നടപ്പാക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസിദ്ധമായ ഒരു കോട്ടിൽ ജീവിതം ഒരിക്കൽ മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഏറെ ഇഷ്ടപ്പെടുകയും നിന്നെ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നത്? ആ സമയത്ത് മരണം നൽകിയ മറുപടി, നീ അങ്ങേയറ്റം മനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഒരു കളവും ഞാൻ വേദനിപ്പിക്കുന്ന കൈപ്പേറിയ ഒരു സത്യവുമാണ് എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യത്തെക്കുറിച്ചും അതൊക്കെ സത്യമാണ് എന്ന് എണ്ണിയപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സത്യമായി എണ്ണി. അസ്സാഅത്തു ഹഖുൻ വൽ മൗതു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖ്. സാഅത്ത് ഹഖാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, അത് ഹഖാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വൽ മൗതു ഹഖുൻ, മരണം അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, എല്ലാവരും മരിക്കും. വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം അത് സത്യമാണ്. വന്നാറു ഹഖുൻ, നരകം സത്യമാണ്. ഓരോന്ന് എണ്ണിയ സമയത്തും അവിടെ ഹയാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാമർശിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്തിനെ കുറിച്ച് പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്, ദുനിയാവ് എന്ന് പറയുന്നത്, അത് നിങ്ങളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ മരണത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്നാണ്. മരണമാകുന്ന ഗ്ലാസ്സിലൂടെയാണ് ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത്. ലോകത്തിൻ്റെ പ്രവാചകൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് എന്നാണ്. സർവ സുഖാനുഭൂതികളെയും മുറിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന മരണചിന്ത വർദ്ധിപ്പിക്കണം. സ്വാഭാവികമായും ഇടയ്ക്കൊക്കെ ഈ മരണത്തെ സൂചിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. ഒരു പണ്ഡിതൻ മരണത്തെക്കുറിച്ച് നിരന്തരമായി പ്രസംഗിക്കുകയായിരുന്നു. നിരന്തരമായി അദ്ദേഹം മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അയാളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവ് ആ പണ്ഡിതനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നും ഈ മരണത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? വേറെ എന്തൊക്കെ വിഷയം, വേറെ എന്തൊക്കെ സമകാലിക വിഷയങ്ങളുണ്ട്, ഒരുപാട് കാലിക പ്രസക്തിയുള്ള വിഷയമുണ്ടല്ലോ, അത് സംസാരിച്ചുകൂടെ? എന്നും ഈ മരണത്തെക്കുറിച്ച് എന്തിനാണ് പറയണത്? അപ്പോൾ ആ പണ്ഡിതൻ ആ യുവാവിനോട് പറഞ്ഞത്, നിങ്ങൾ നൽകിയ ഉപദേശത്തിന് നന്ദിയുണ്ട്, പക്ഷേ മരണത്തേക്കാൾ കാലിക പ്രസക്തമായ മറ്റ് വല്ല വിഷയമുണ്ടോ ദുനിയാവിൽ? ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ, ബുദ്ധിമാനായ വിശ്വാസി ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് എന്താണ്? മരണത്തെ നിരന്തരമായി ഓർക്കുകയും ആ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഒരുങ്ങുക. അപ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ അവസാനത്തെ നിമിഷമാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി നാം പ്രവർത്തിക്കുന്ന സമയത്ത് അത് മൊത്തം നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് പ്രദാനം ചെയ്യുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. നീ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ, നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, റബ്ബേ ഈ നമസ്കാരം എൻ്റെ അവസാനത്തെ നമസ്കാരമാണല്ലോ എന്ന ബോധ്യത്തോടുകൂടെ നമസ്കരിക്കണം. നമ്മൾ ആരും നിസ്കരിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരം അവസാനത്തെ നമസ്കാരമാവും. ഇനി ഞാൻ എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, 46 വയസ്സാൾ, നല്ല ചുറുക്കുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. ഇന്ന് ആ ചെറുപ്പക്കാരൻ ഖബറിലാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ എത്രയോ ആളുകൾ, അവരാരെങ്കിലും ധരിച്ചിട്ടുണ്ടാവുമോ? ഇല്ല സഹോദരന്മാരെ. അങ്ങനെ ഈ നമസ്കാരം എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തോടുകൂടി നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവും, പേടി ഉണ്ടാവും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി, നീ മരണത്തിൻ്റെ പിറകെ പോവുകയാണെങ്കിൽ അതുവഴി നിനക്ക് ജീവിതം നൽകപ്പെടും. പക്ഷേ എന്നുവെച്ചാൽ മരിക്കാൻ ഭയമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ നല്ല ധൈര്യമായിരിക്കും അയാൾക്ക്. ഒരു ഉദാഹരണം പറയും, ചാവേറുകളെ കുറിച്ച് കേട്ടില്ല നിങ്ങൾ? ഒരു പേടിയില്ല മരിക്കാൻ, ഒരു പേടിയില്ല. നോക്കൂ, ആ മരണത്തെ ധാരാളമായി ഓർക്കാൻ പറയുന്നത് എന്തിനാ അറിയോ? ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അതുപോലെ തന്നെ നമ്മെ തളർത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ പ്രൊഡക്റ്റീവായി മാറ്റാൻ സാധിക്കും. അതിനാണ് ഈ പറയണത്. ഇപ്പോൾ വലിയ വലിയ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വേണ്ട രൂപത്തിൽ ചെയ്തില്ല എങ്കിൽ ഓഫീസിലെ ഏറ്റവും വലിയ അയാൾക്ക് ഒരു ഡെഡ് ലൈൻ കൊടുക്കും. ഡെഡ് ലൈൻ, അതിൻ്റെ പേര് ഡെഡ് ലൈൻ എന്നാണ്. അതെന്തിനാണ്? അത് അയാളെ കൂടുതൽ ആക്റ്റീവാക്കി പറഞ്ഞ സമയത്തിനകത്ത് ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മരണമെന്ന ചിന്ത യഥാർത്ഥത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനാൽ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്നൊരു സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം.
ആ റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ അറിയാം, അവർക്കിടയിൽ നടക്കുന്ന ഒരു വിചിത്രമായ ഒരു ആചാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ കമാൻഡർ, ആ കമാൻഡർ വലിയ വിജയങ്ങളൊക്കെ കീഴടക്കി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവർക്ക് വലിയ ഒരു സ്വീകരണം കൊടുക്കും. വിക്ടറി പരേഡ് എന്നാ പറയാം. ഒരുപാട് ആളുകൾ തടിച്ചുകൂടി കരഘോഷങ്ങളൊക്കെ മുഴക്കി അയാളുടെ ആഗമനം സന്തോഷത്തോടു കൂടെ വരവേൽക്കും അവർ. ആ സമയത്ത് ആ കമാൻഡറുടെ പിന്നിൽ ഒരു ഭടനെ നിയമിക്കും. അയാളുടെ ജോലി എന്താ അറിയോ? അയാളുടെ ജോലി ഈ വലിയ വിജയം കീഴടക്കിയ കമാൻഡറുടെ അടുത്ത് ചെന്നിട്ട് അയാൾ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും, ഏയ് നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾ നാളെ മരിക്കൂട്ടോ. ഈ രൂപത്തിൽ നിരന്തരമായി ആ കമാൻഡറുടെ ചെവിയിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ. അതിന് മെമൻറ്റോ മോർ എന്നാ പറയാം, അല്ലെ ഒരു ലാറ്റിൻ വേർഡാണ് മെമൻറ്റോ മോർ. എന്നുവെച്ചാൽ അതിനർത്ഥം റിമെമ്പർ യു മസ്റ്റ് ഡേ, നാളെ നിങ്ങൾ മരിക്കൂട്ടോ എന്നാണ്. നാളെ നിങ്ങൾ മരിക്കൂട്ടോ എന്ന് ഈ മനുഷ്യരോട് ഇങ്ങനെ നിരന്തരമായി പറയും ഭടൻ. അതവർ ചെയ്യുന്നത് എന്തിനറിയോ? അതവർ ചെയ്യുന്നത് ഈ രൂപത്തിലുള്ള വിജയങ്ങളെല്ലാം കീഴടക്കിയ ആ കമാൻഡർ സ്വാഭാവികമായും അയാൾക്ക് അഹങ്കാരം ഉണ്ടാവും. അയാൾ ഒരുപക്ഷെ അഹങ്കാരത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കൊടുമുടി കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അയാളെ ഒന്ന് താഴ്ത്താൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു ആചാരമാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മെ തേടിയെത്താൻ സാധ്യതയുള്ള ആ മരണമാകുന്ന അതിഥിയെ പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ സദാ ജീവിക്കേണ്ടത്. എപ്പോഴും മരിക്കും. ഇപ്പം നമ്മളൊക്കെ മരണ വാർത്ത കേൾക്കുമ്പോൾ എന്താ ചെല്ലാറുള്ളത്? ഇപ്പോൾ ചെല്ലാറുമില്ല. ഇപ്പോൾ സ്റ്റിക്കർ തരയില്ല, ഫോണിൽ സ്റ്റിക്കർ തരയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ മരണ വാർത്തയും കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ആ മരിച്ച മരണവാർത്ത കേട്ട വ്യക്തിയെക്കുറിച്ചല്ല, അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ അറിയാം. നമ്മൾ സ്വയം പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങളൊക്കെ റബ്ബിൽ നിന്നാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അപ്പോൾ മരണവാർത്ത കേൾക്കുമ്പോൾ അത് പറയുന്നവൻ സ്വന്തം മരണത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ മരണം എവിടെയായാലും നമ്മളെ പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടും. വളരെ ഭദ്രമായി നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും ആ മരണം നിങ്ങളെ പിടികൂടും. അല്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും കാരണം വന്ന കൊണ്ടുവരും. ഒരു കാരണമില്ലാതെ ആരും മരിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണത്തിൻ്റെ തീയതി കുറിച്ച് വെച്ചിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ അവധി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ ചെയ്യില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല, ആ കറക്റ്റ് ടൈമിനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറിയോ, നമ്മൾ കാരണത്തിലേക്കാണ് ഫോക്കസ് കൊടുക്കുക, അല്ലേ? ഉദാഹരണം, ആക്സിഡൻറ്റ് സംഭവിച്ചു അതുകൊണ്ട് മരിച്ചു എന്നാ. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. മരണം റബ്ബ് നേരത്തെ കണക്കാക്കി, പക്ഷെ അതിനൊരു കാരണം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ ഉക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ആർക്കങ്ങനെ പറയാൻ കഴിയാ? മുഹമ്മദ് നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്ക് നിങ്ങൾ മരിപ്പിക്കും. സത്യത്തിൽ ഈ മരണത്തെ ഓർക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതാണ് നേരത്തെ പണ്ഡിതനോട് യുവാവ് പറഞ്ഞത്, ആർക്കും ഇഷ്ടമല്ല. കാരണം എന്താ? നമ്മൾ ദുനിയാവിലേക്ക് എത്ര അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ ആ മരണ ചിന്തയിൽ നിന്ന് അകന്നു പോകുന്ന യാതൊരു സംശയം വേണ്ട.
പ്രസിദ്ധനായ ഉമവി ഖലീഫ ഹിഷാം ബിൻ അബ്ദുൽ മലിക് മർവാൻ്റെ സഹോദരനാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഖലീഫയാണ്. സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പല്ലുകളും കൊഴിഞ്ഞു പോകുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഒരു പണ്ഡിതനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, എൻ്റെ മുഴുവൻ പല്ലുകളും കൊഴിഞ്ഞു പോകുന്നതായിട്ട്. ആ സമയത്ത് ഈ പണ്ഡിതൻ ഖലീഫ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആളുകളും മരണപ്പെട്ടു പോകും, ഓരോ അംഗങ്ങളും മരണപ്പെട്ടു പോകും. പക്ഷേ ആ മരണത്തിന് നിങ്ങൾ സാക്ഷിയായിരിക്കുന്നതാണ്. ഓരോ ആളുകൾ മരിച്ചു പോകുമ്പോഴും ആ മരണത്തിന് നിങ്ങൾ സാക്ഷിയായിരിക്കും. ഈ പണ്ഡിതൻ പറഞ്ഞ വ്യാഖ്യാനം അതാണ്. പക്ഷേ ഖലീഫക്ക് ഇഷ്ടമായില്ല അത്. അയാൾ തിരിച്ചയച്ചു. എന്നിട്ട് മറ്റൊരു പണ്ഡിതനെ, സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന മറ്റൊരു പണ്ഡിതനെ വിളിച്ചു വരുത്തി അയാളോട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കുക, കാരണം നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആൾ നിങ്ങളാണ്. മനസ്സിലാക്കണം, നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾ. ഇവിടെ എന്താണ്ടായത്? ഇത് പറഞ്ഞപ്പോൾ ഈ ഖലീഫ ഈ പണ്ഡിതന് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്ത് പറഞ്ഞയച്ചു. ചിന്തിച്ചു നോക്കൂ, രണ്ടാളും പറഞ്ഞ ഒന്നാണല്ലോ. അത് മറ്റേ പണ്ഡിതൻ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ മരണം എന്ന യാഥാർത്ഥ്യത്തെ പലപ്പോഴും സൗകര്യപൂർവ്വം നമ്മൾ മറക്കാൻ ശ്രമിക്കണം. അതാ സംഭവം. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക, നമ്മൾ ഈ ദുനിയാവിൽ പ്രവാസികളല്ലേ, പ്രവാസികളാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാസ ജീവിതത്തിൽ അവന് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടി, അങ്ങനെ സാധാരണ എല്ലാവരും പറയും, ഗൾഫിലൊക്കെ പോയ ആൾ പറയും, കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കാനുള്ള കാശുണ്ടാക്കിയിട്ട് വേണം വീട്ടിലൊന്ന് സെറ്റിലാകാൻ. അങ്ങനെ ഒരു പ്രവാസി സമ്പത്തെല്ലാം സ്വരൂപിച്ച് വീട്ടിൽ സെറ്റിലാകാനുള്ള എല്ലാ പരിപാടിയും ചെയ്ത ആ സമയത്താണ് കമ്പനി അയാൾ ടെർമിനേറ്റ് ചെയ്യുക. ഒന്ന് സങ്കല്പിച്ചോക്കാണെങ്കിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എന്താ? ഞാൻ സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ ടെർമിനേഷൻ എന്ന് പറയും നമ്മുടെ മരണമാണ് ഉണ്ടോ. അപ്പോൾ പരലോകത്തേക്ക് വല്ലതും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് മടങ്ങാം, സമാധാനത്തോടുകൂടെ മടങ്ങാം. നമ്മളൊക്കെ പല ആളുകളും വിദേശത്ത് പോയ ആളുകളാണല്ലോ. വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ 2 ടെർമിനൽ കാണും. 2 ടെർമിനൽ, ഒന്ന് അറൈവലും മറ്റൊന്ന് ഡിപ്പാർച്ചറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോക്കോളൂ. ഈ അറൈവൽ ടെർമിനൽ ശ്രദ്ധിച്ചാൽ അവിടെ എപ്പോഴും സന്തോഷക്കാരം, എപ്പോഴും സന്തോഷം, ആഗമനം പ്രതീക്ഷ, ഒരു സ്മൈലി ഫേസ് ആയിക്കാരം, ചിരിച്ചുകൊണ്ടുള്ള മുഖങ്ങളേക്കാരം. പുഞ്ചിരിയും സന്തോഷവും മാത്രമാണ് അറൈവൽ ടെർമിനൽ ഉണ്ടാകുക, അല്ലേ? അതേസമയം കുറച്ചങ്ങോട്ട് നടന്ന ഡിപ്പാർച്ചർ ആ ടെർമിനലിലോ അവിടെ എന്താ ഉണ്ടാകുക? അവിടെ സങ്കടം, വേർപാടിൻ്റെ വേദന. ഇത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താ അറിയോ? ഈ അറൈവൽ ടെർമിനലിലൂടെ ഇറങ്ങി വന്ന ആളാണ് ഏതിലൂടെ പോകുന്നത്? ഡിപ്പാർച്ചറിലൂടെ, അല്ലേ? അവനൊരു അല്പസമയം കഴിയുമ്പോൾ ഡിപ്പാർച്ചർ ആ ടെർമിനലിലൂടെ കയറി പോകേണ്ടവരാണ്. പക്ഷെ അത് സൗകര്യപൂർവ്വം മറക്കാണ്. ആ സമയത്ത് മറന്നുപോവുക. ഇവൻ ഈ അറൈവൽ ടെർമിനൽ ഇറങ്ങി വരുമ്പോൾ പടച്ചവനെ കുറച്ച് കഴിഞ്ഞ് ആ ഡിപ്പാർച്ചർ ലെവലിലൂടെ പോകേണ്ടവനാണ്. അത് മറക്കണം മനുഷ്യൻ, അത് സൗകര്യപൂർവ്വം മറക്കാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏത് സമയത്തും മരണമാകുന്ന ആ അതിഥിയെ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളൊക്കെ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് പോയ ഒരു സുഹൃത്ത്, അദ്ദേഹം അറഫ സംഗമത്തിന് ശേഷം, നമ്മളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും, അറഫ സംഗമത്തിന് ശേഷം കൂട്ടം തെറ്റിപ്പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം ആ മനുഷ്യൻ്റെ മയ്യത്ത് കിട്ടി. അയാളുടെ മകൻ കുവൈത്തിൽ നിന്ന് വന്നു, 1-2 പ്രാവശ്യം വന്നതാണ് പറയപ്പെടുന്നത്.
അവസാനം മയ്യത്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹം പിതാവിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കുവൈത്തിലേക്ക് മടങ്ങുകയാണ്. ആക്സിഡൻ്റായി മരിച്ചു. ഇത്രയുള്ള മനുഷ്യൻ്റെ അവസ്ഥ. മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദുനിയാ കുല്ലുഹാ ഖലീൽ. മനുഷ്യ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുള്ളൂ കേട്ടോ, കുറച്ചുള്ളൂ. മാത്രമല്ല വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ, ആ കുറച്ചുള്ള ദുനിയാവിൽ ഇനി ബാക്കിയുള്ളത് കുറച്ചുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വന്നാണല്ലോ അത്. അപ്പോൾ ആ കുറച്ചുള്ള ദുനിയാവിൽ ഇനി ബാക്കിയുള്ള കുറച്ചുള്ളൂ. വല്ലദീ ലക മിനൽ ബാഖി ഖലീൽ, ആകെ ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് വളരെ കുറച്ചുള്ളൂ. വലം യബ്ഖാ മിൻ ഖബലിക ഇല്ലാ ഖലീൽ, നിനക്ക് കിട്ടാനുള്ള കുറച്ചിലില്ലേ, അതിൽ കുറച്ചുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്രക്ക് നിസ്സാരാണ്. അപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ദുനിയാവിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു മതാഉൽ ഖുറൂർ. നേരെ മറിച്ച് ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖൈറും വഅബ്ഖാ. അപ്പോൾ സഹോദരന്മാരെ, നമുക്കൊക്കെ പോകണം, ഏത് സമയത്തും പോകണം. പക്ഷെ പോകുമ്പോൾ എങ്ങനെ പോകണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ അവസാനമായി പറയണം, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. മരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, മരിക്കും. ഇനിയിപ്പോൾ സംശയമുള്ളത് എപ്പോഴാണ് മരിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്കൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്. പക്ഷെ ആ ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ പറയാൻ കഴിയണം, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമെന്നാ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കണം. ആ മരണക്കട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഭാര്യ പറയാ, വാ മുസീബത്താ, ഓ വല്ലാത്തൊരു ട്രാജഡി, ഇത് വല്ലാത്തൊരു മുസീബത്താണ് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരുത്തുകയാണ്. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, വാ ഫർഹത്താ, സന്തോഷം എന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ. നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയാണ് മരണം. എല്ലാ ബന്ധങ്ങളെയും അറുത്തു മുറിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതടക്കിടക്ക് സൂചിപ്പിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ കൂട്ടുകാരൻ്റെ കൂടെ ഞാനും നിങ്ങളും യാത്ര പോയേ മതിയാവും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ കണ്ടതല്ലേ. അതായത് വയനാട് പ്രദേശത്ത് ജീവിച്ച സഹോദരന്മാർ, അവർ കണ്ട സ്വപ്നം അത് മാറ്റിമറിഞ്ഞില്ലേ സെക്കൻഡ് കൊണ്ട്. അത്രേ ഉള്ളൂ സഹോദരന്മാരെ. അപ്പം അതുകൊണ്ട് ഇത്രയും നിസ്സാരമായ ആ ദുനിയാവിൻ്റെ പുറകെ പോയാൽ നമ്മൾ നമ്മുടെ മരണചിന്തയിൽ അകന്നു പോകും. നമ്മൾക്ക് മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.